ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും അവർ ഡേ ലൈഫ് ലെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ അറിയാലോ, പിള്ളേർ രണ്ടുപേരായതിനു ശേഷം എനിക്കങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് മടിയായി തുടങ്ങി. കാരണം നമ്മളിപ്പോൾ പിള്ളേർ ഉറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനാണ് തോന്നുള്ളൂ. അങ്ങനെ വിചാരിച്ച് എവിടെയെങ്കിലും ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറേ നാളായിട്ട് കാണാത്തത്. അപ്പം ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വീക്കായിട്ട് ഞങ്ങൾ കുറച്ച് ടെൻഷനിലും വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് എത്ര നാൾ നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു അൺപ്ലസൻറ്റ് മൊമെൻ്റാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് ഇത് കേൾക്കുന്നവർക്ക് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഫാൻ കറങ്ങുന്നുണ്ട്. പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫാൻ നിർത്തി അവരപ്പം തന്നെ എഴുന്നേക്കും. അപ്പോൾ എനിക്ക് ഫാൻ നിർത്തിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് വിചാരിച്ചാൽ, ഈ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ഇതിനു മുമ്പ് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്ടോപിക് പ്രഗ്നൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ യൂട്രസിൻ്റെ രണ്ട് വശത്തായിട്ട് 2 ട്യൂബുണ്ട്. ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബാണത്. അപ്പോൾ ആ ട്യൂബിൽ പ്രഗ്നൻസി ആവുന്നതാണ്. അതായത് ട്യൂബിൽ കൺസീവ് ആവുന്ന ബേബി അവിടെ വെച്ച് അത് വളർന്ന് അത് നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും. അത് യൂട്രസിലേക്ക് എത്താതെ ട്യൂബിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ കണ്ടീഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ സർജറി ചെയ്യും, ട്യൂബ് എടുത്ത് കളയും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിത് നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്യൂബിലാണ് പ്രഗ്നൻസി എന്നുള്ള കാര്യം അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രഗ്നൻസിയിൽ. ഇപ്പം ഞാൻ ഈ എക്ടോപിക് പ്രഗ്നൻസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ, എൻ്റെ അനിയത്തി മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ കഴിഞ്ഞ മന്തിലാണ് അവൾക്ക് ഒരു കൺസീവായി എന്നുള്ള ഒരു റിസൾട്ട്. അതായത് നമ്മൾ പല പ്രാവശ്യം ഇവിടെ കാർഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവളുടെ കാർഡ് ടെസ്റ്റിൽ ആദ്യത്തെ 1-2 തവണയൊക്കെ തിൻ ലൈനായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യാം, നമുക്ക് 10 days 15 days ഒക്കെ ആകുമ്പോഴത്തേക്കും ചെയ്താൽ കറക്റ്റായിട്ട് ലൈൻ നന്നായിട്ട് തിക്കായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ അന്നേരം ചെയ്താൽ മതി, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് തിന്നായിട്ട് കണ്ടതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ BTHCG, നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആകുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആകുന്നു. BTHCG ഹ്യൂമൻ കൊറിയോണിക് ഹോർമോൺ എന്ന് പറയും. ആ ഹോർമോൺ നമുക്ക് ഇൻക്രീസ് ആവുന്നതനുസരിച്ചാണ് നമ്മുടെ കാർഡ് ടെസ്റ്റ് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽ എത്രയായി നമുക്ക് നോക്കാം എന്നിങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ലാബിലൊന്ന് ടെസ്റ്റ് ചെയ്തു. ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു നോർമൽ പ്രഗ്നൻസിക്ക് വേണ്ട ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 24 hour കഴിഞ്ഞ് 48 hours കഴിഞ്ഞ് ഡബിളായി. വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഫസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, നമ്മൾ സ്കാനിങ്ങിലൊന്നും കാണുന്നില്ല, അപ്പോൾ മേ ബി ഇത് ചിലപ്പോൾ ട്യൂബിലാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് അങ്ങനെ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എനിക്കും ഇതുപോലെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത്, ഇതുപോലെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് 2-3 സ്കാൻ ചെയ്യേണ്ടി വന്നു.
6 വീക്സ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സ്കാനിങ്ങിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾക്കാണ് സ്കാനിങ് പ്രിഫർ ചെയ്തത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി സ്കാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞിട്ടാണ് സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോഴാണ് ഹാർട്ട് ബീറ്റ് കിട്ടിയത്. അപ്പം ഞാൻ ബാവോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇതായിരിക്കും പ്രശ്നം, നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. നല്ല ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. മാഡത്തിനെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഓക്കെ, ഇത് സ്കാനിങ്ങിൽ കാണുന്നുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഉണ്ടല്ലോ ഇവൾക്ക് ഇത് നമ്മൾ കൺസീവ് ആയി എന്ന് പറയുന്ന സമയം തൊട്ട് ചെറിയ സ്പോട്ടിങ് കാണുന്നുണ്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്ത സമയത്തായിരുന്നു സ്പോട്ടിങ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതായിരുന്നു ചെറിയ ടെൻഷൻ. അപ്പോൾ ഇതിങ്ങനെ ക്യാരിയിങ് ആണെങ്കിൽ തന്നെ അത് പോവുമല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു മെയിനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യുന്നതല്ലായിരുന്നു പ്രശ്നം, ഇത് സ്പോട്ടിങ് കാണുന്നത്. പക്ഷെ അത് ഫസ്റ്റ് കാണിച്ച ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ അതൊരു സീരിയസ് ആയിട്ട് പ്രശ്നമായിട്ട് പറഞ്ഞതുമില്ല. എന്നാലും നമ്മൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബ്ലീഡിങ് വരുന്നതെന്ന്. അപ്പോൾ ഇത് എപ്പോഴും ഇല്ല, യൂറിൻ പാസ് ചെയ്യുമ്പോഴായിരുന്നു കൂടുതലും. അപ്പം അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കാർഡ് ടെസ്റ്റ് ചെയ്തു. വീണ്ടും കാർഡ് ടെസ്റ്റിൽ ഒരു തിൻ ലൈനേ കാണുന്നുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞു നമുക്കൊന്നുകൂടിയും ചെയ്യാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. വീണ്ടും രണ്ടാമത് വേറൊരു ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ ഇതുപോലെ പറഞ്ഞ സ്കാനിങ്ങിൽ കാണുന്നുണ്ട്, പക്ഷെ അത് യൂട്രസിൽ അവിടെ ചെറിയൊരു ഇറഗുലർ സാക്കാണ്. കുറേയൊക്കെ അതിൻ്റെ ഒരു 80% പോയി കഴിഞ്ഞു, അബോഷനായി പോയി. ഇനി കുറച്ച് അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്, അത് നമുക്ക് മരുന്ന് വെച്ച് കളയാം. ഓക്കെ, ഞങ്ങൾക്ക് വിഷമമായിരുന്നു, കാരണം നമ്മൾ ഒരു ഹെൽത്തി പ്രഗ്നൻസി പ്രതീക്ഷിച്ചപ്പോൾ അത് അബോഷനായി പോയി എന്ന് പറഞ്ഞപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, ആ ബേബിക്ക് ഗ്രോത്ത് ഉണ്ടായാലും അതിന് ഗ്രോത്ത് ഇല്ലാത്ത ബേബി ആയിരിക്കും, അതുകൊണ്ടാണ് അത് പോയതെന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഹെൽത്തി അല്ലാത്തൊരു ബേബീനെ അത് എന്താ ഹെൽത്തി അല്ലാത്തൊരു പ്രഗ്നൻസി അത് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചും കൂടി വളർച്ച എത്തിയിട്ട് അത് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി വിഷമമായിരിക്കില്ല, അതുകൊണ്ട് സാരമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ അത് അവരവിടുന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, അവൾ മരുന്ന് കഴിച്ചു. കാര്യമായിട്ട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും പെയിൻ വന്നു, അടിവയറ്റിൽ ഭയങ്കരമായിട്ട് വേദന വന്നു. ഒരു ദിവസം വളരെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. കുറേ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് പിന്നെ നൈറ്റ് ടൈമിലായിരുന്നു, 1:30 മണിക്ക്, രാത്രി 1:30-ക്കായിരുന്നു. അപ്പോൾ നമുക്ക് സമയത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എത്താൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ആ ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പം അതിന് മുമ്പ് കാണിച്ച ഹോസ്പിറ്റലിൽ ഒരു വീക്ക് കഴിഞ്ഞിട്ട് അവർ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പാണ് ഈ വേദന വരുന്നത്. അപ്പോൾ വേദന വന്നപ്പോൾ ഞങ്ങൾ ഇത് അബോർഷൻ്റെ പ്രോസസ്സിങ്ങിൽ സംഭവിക്കുന്നതായിരിക്കും എന്ന വേദന വിചാരിച്ചത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നൈറ്റ് കാഷ്വാലിറ്റിയിലേക്ക് പോയി. കാഷ്വാലിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് സ്കാനിങ് ചെയ്തു. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേദന മാറി. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ കംപ്ലീറ്റ്ലി അബോർഷനാണ്, ഇനി അതിനകത്തൊന്നും കിടപ്പില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളന്ന് വിട്ടു. ഞങ്ങളിപ്പോൾ വെളുപ്പിന് ഒരു 5-5:30 ആയപ്പോഴത്തേക്ക് തിരിച്ചു പോന്നു. അഗൈൻ പിറ്റേ ദിവസം ഇതേ സെയിം സംഭവം തന്നെ വീണ്ടും സംഭവിച്ചു. അപ്പോൾ വൈകിട്ട് 5 മണിക്ക് ആയപ്പോഴത്തേക്ക് അവൾക്ക് പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ പെയിൻ എന്ന് വെച്ചാൽ അവൾ പോലെ വളഞ്ഞു പോയിരുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത, നമുക്ക് കണ്ട പേടിച്ചു പോകുന്നത് പോലത്തെ പെയിനായിരുന്നു. അപ്പം അങ്ങനെയാണ് വീണ്ടും നമ്മൾ വീണ്ടും ആ സെയിം ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. വീണ്ടും അവർ വീണ്ടും സ്കാൻ ചെയ്തു. സ്കാനിങ്ങിന് മുമ്പ് അവൾക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു, അവളുടെ BP വീക്കായി ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവളുടെ ബോധം പറഞ്ഞു പോകുമ്പോൾ ഞാനും അന്നൂസും മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. കുഞ്ഞൂസിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വേറെ ആരോടും വരണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ്, തൊട്ടടുത്തല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയത്. പക്ഷെ പെയിൻ അവൾക്ക് ഒട്ടും കുറയുന്നുണ്ടായില്ല. അതിനോടൊപ്പം നിങ്ങളോട് BP ഡൗൺ ആയിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു എമർജൻസി കണ്ടീഷൻ വന്നു, BP ഡൗൺ ആയി. ഡോക്ടേഴ്സ് എല്ലാവരും കൂടി അവൾക്ക് പെട്ടെന്ന് BP റേസ് ആവാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. അവളെ ബെഡ് സൈഡ് തന്നെ ഗൈനക്കോളജിസ്റ്റ് വന്ന് സ്കാൻ ചെയ്തു.
സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എക്ടോപിക് പ്രഗ്നൻസിയാണ്, അത് റപ്ചറായി എന്നുള്ളത്. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇത്രയധികം നമ്മളെത്ര സ്കാൻ ചെയ്ത് ടോട്ടല് TVS അബ്ഡോമൻ, ഓരോ സ്കാനും TVS സ്കാനിങ്, അബ്ഡോമൻ സ്കാൻ. TVS എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പരിശോധിക്കുന്നത്, ഇത് രണ്ടും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം തൊട്ട് തലേ ദിവസം രാത്രി കൂടി ചെയ്തിട്ട് പോലും ഇത്രയും വലിയൊരു എമർജൻസി കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് ആരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് നമ്മൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു. അത് ഒരു 20 മിനിറ്റ് നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയിരുന്നെങ്കിൽ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. ഇത് എമർജൻസി ആയിട്ട് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. എമർജൻസി ആയിട്ട് സർജറിക്ക് കയറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട, സീരിയസ് ആണ്, കുറച്ച് സീരിയസ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, വേറൊരു വഴിയൊന്നുമില്ല, 90% ദൈവത്തിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ 10% ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ്, ഞാനും മാത്രമാണ് ഹോസ്പിറ്റലിൽ. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ്. എൻ്റെ അപ്പച്ചനോടും അമ്മച്ചോടും വിവരങ്ങൾ ഇത്ര സീരിയസ് ആയ കണ്ടീഷനാണ് ഒന്നും പറഞ്ഞില്ല. അകത്ത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്, അതൊന്ന് സർജറി ചെയ്ത് പുറത്തെടുക്കണം, അതിപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ കൂളായിട്ടാണ് അത് പറഞ്ഞത് അവസാനിപ്പിച്ചത് അപ്പച്ചനോടും അമ്മച്ചോട്, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ആ സമയത്ത് അനുഭവിച്ച ഒരു ടെൻഷൻ ഇത്രയാണെന്ന് ദൈവത്തിന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ആദ്യം നമുക്ക് കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകാരോട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്കാനിങ്ങിൽ മിസ്സായെന്ന്. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം അവളെ തിരിച്ചു തന്നു, ഒരു കുഴപ്പമില്ലാണ്ട് ജീവൻ കിട്ടി, ആൾക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ റെസ്റ്റിലാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ അവർ ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങൾക്കൊന്നിനുമല്ല, അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യാനൊന്നിനല്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇനിയും ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഉറപ്പിക്കും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്, യൂട്രസിൽ തന്നെ ഈ സാക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പം ഇനി ആയാലും വേറൊരാൾക്കാണെങ്കിൽ ഇതുപോലൊരവസ്ഥ വരരുത്. ഞങ്ങൾക്ക് ഇത്രയും പേടി വരാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഈ സെയിം റീസൺ കൊണ്ട് മരിച്ചു പോയതാണ്. വെറും കല്യാണം കഴിഞ്ഞിട്ട് 6 months ആയിട്ടുണ്ടായുള്ളൂ. അവളുടെ എൻ്റെ അനിയത്തിയുടെ സെയിം പ്രായം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു പേടി മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് എത്രത്തോളം ടെൻഷൻ അടിച്ചു. അനിയൻ 1 മാസം ആയിട്ടേ ഉണ്ടായുള്ളൂ തിരിച്ചു പോയിട്ട്. അവൻ തിരിച്ച് എമർജൻസി ആയിട്ട് ടിക്കറ്റ് എടുത്ത് വേഗം തന്നെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവൻ്റെ ജോലിയും തടസ്സപ്പെട്ടു അവിടെ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്രൈസിസിലൂടെ ഈ ഒരാഴ്ച മുന്നോട്ട് പോയത്. അപ്പോൾ ഈ ജസ്റ്റ് ഇത്രയും സ്കാൻ ചെയ്ത് ഈ മിസ്സിങ് കാരണം ഇല്ലായിരുന്നെങ്കിൽ ഇത്ര എമർജൻസി ആയിട്ടൊരു സിറ്റുവേഷൻ വരില്ലായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് സാധാരണ പോലെ സർജറി ചെയ്ത് എന്നെടുത്ത് കളയാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയധികം ടെൻഷൻ അടിച്ചൊരു രാത്രി ലൈഫിലുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവൾക്ക് ഇത് ഫസ്റ്റത്തെ പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ഇനിയും ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും? അവൾക്ക് മാത്രമല്ല, ഇനി ഏതൊരു അമ്മയ്ക്കും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഏതൊരാൾക്കും ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടില്ല. അപ്പം എന്താ ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഇത് പ്രഗ്നൻസി റിവീലായി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണെന്ന് നമുക്ക് അത്ര ഉറപ്പുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാനിങ്ങിൽ എന്താ ഡോക്ടർ പറയുന്നത് ശരിയാണോ എന്ന് എത്ര തവണ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും, അത്രത്തോളം 100% കൺഫേം ചെയ്യാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ഇപ്പോഴും അറിയില്ല. അപ്പം ഇനി ആയാലും കൺസീവ് ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറിയൊരു പെയിൻ വന്നാൽ പോലും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് മടി കാണിക്കരുത്. എൻ്റെ സിസ്റ്റർ അങ്ങനെയാണ്, പരമാവധി സഹിക്കും, നല്ലപോലെ വേദന ആൾ സഹിച്ചു ഈ ട്യൂബ് റപ്ചർ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഇത് സാധാരണ പ്രഗ്നൻസിയുടെ സമയത്ത് പല സ്ഥലത്തും പെയിൻ വരും എന്ന് കരുതിയിട്ട് ഒന്നും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്താൻ നോക്കുക, വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുക.
ഏറ്റവും നല്ല ഉറപ്പുള്ള ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും പോകാൻ ശ്രമിക്കുക. പറയാൻ പറ്റില്ല എപ്പോഴാണ് ആർക്കാണ് എന്താ മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളത്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും അങ്ങനെ തന്നെയാണ്, അതിനെ സമ്മതിക്കുന്നു. പക്ഷെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈഫ് നഷ്ടപ്പെടുന്നൊരു ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും സംഭവിക്കാതിരിക്കട്ടെ. നല്ലതുപോലെ ഞങ്ങൾ വിഷമിച്ചു, നല്ലതുപോലെ പേടിച്ചു. കാരണം നമുക്ക് ഹാപ്പി ആയി നമ്മൾ എന്താ നമുക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷം തരുന്നൊരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത് നമ്മൾ വലിയ ദുരന്തത്തിലേക്ക് ആയിപ്പോയോ. ഇനിയൊരു പ്രഗ്നൻസിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പേടി ആയിപ്പോയി. ആ ഒരു ഇതിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ എത്തി അവളുടെ കാര്യത്തിൽ. അപ്പം ഇനി അങ്ങനൊരവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ. പ്രഗ്നൻസി ഒരു സന്തോഷം തന്നെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഫുൾ 9 മന്ത് ബേബിന് കിട്ടുന്നത് വരെ വളരെ നമ്മൾ കെയർഫുള്ളായിരിക്കണം. പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ല, സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നു, സംഭവങ്ങളെല്ലാവരും വളരെ ഇതായിട്ട് ഇരുന്നത്. പക്ഷെ നമുക്കറിയില്ല അന്നത്തെ കാലത്ത് എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, എത്ര പേര് ഡെത്ത് ആയിട്ടുണ്ട് ഒന്നും നമുക്കറിയില്ല. നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പണ്ടതൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫാമിലിക്ക് ഒരാൾ നഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിക്ക് ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ തന്നെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുക, എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കറക്റ്റായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അപ്പം എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. അവർ പറയാം എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റീസണാണ് അവർ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവർ പറയുന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും വീഡിയോ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉപകാരപ്പെടുമായിരിക്കും ആ വിശ്വാസത്തിൽ. ഞങ്ങൾക്കും അത് ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, എന്തുകൊണ്ട് അത് മിസ്സായി സ്കാനിങ്ങിൽ. ഇനി ഇതുപോലെ സംഭവിച്ചാൽ നമ്മളത് എങ്ങനെ കൺഫേം ചെയ്യും? ഇനി ഒരു ബേബീനെ കൺസീവ് ചെയ്യുമ്പോൾ അത് യൂട്രസിലാണോ ഫലോപ്പിയൻ ട്യൂബിലാണോ എന്ന് എങ്ങനെ അത് ഉറപ്പിക്കും? ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ടൊരു ആൻസറാണ് പറയുന്നതെങ്കിൽ നമ്മളത് റിലീവ് ചെയ്യുന്നതായിരിക്കും. അവർ പറയുന്നത് അത് സ്മോളായിട്ടുള്ള ഒരു സാക്കായതുകൊണ്ട് ആണ് അത് കാണാൻ പറ്റാഞ്ഞതെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എത്ര സ്മോളാണെങ്കിലും അത് ആ ട്യൂബ് പൊട്ടുന്നൊരവസ്ഥ എന്ന് പൊട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്തായാലും സ്കാനിങ്ങിൽ കാണേണ്ടതാണ്. ഒരു 8 വീക്സായ ഒരു സാക്ക് എത്ര സ്മോളായിരിക്കും? അപ്പം അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നൊരു വീഡിയോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ നല്ല കാര്യം. ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം അത്ര എമർജൻസി സിറ്റുവേഷനാണത്. നിങ്ങൾ ഇതിൽ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കാണുന്നവർ ഷെയർ ചെയ്യുക, അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഒരാളുടെ ലൈഫ് നമ്മൾക്ക് സിമ്പിളല്ല, ഈസിയല്ല. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞുള്ളൊരമ്മ രണ്ടാമത് കൺസീവ് ആവണമെങ്കിൽ ആ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണത്. ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.